നമ്മൾ ദിശ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 4 മാർക്കിന്റെ ചോദ്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ദിശ ഇതൊരു യാത്രാവൃത്താണ്. ശ്രദ്ധിക്കണം, ഇതൊരു കഥയല്ല, ഒരു കവിതയല്ല, ഒരു യാത്രാവൃത്തമാണ്. അതിന്റെ റൈറ്റർ മോഹൻ രാകേഷ് ആണ്. അപ്പോൾ ദിശ എന്ന യാത്രാവൃത്ത് മോഹൻ രാകേഷിന്റേതാണ്. മോഹൻ രാകേഷ്, അവിനാഷ്, അബ്ദുൾ ജബ്ബാർ, അല്ലെ, ബൂഢാമല്ല, അബ്ദുൾ ജബ്ബാർ, ഈ 3 ക്യാരക്ടേഴ്സും ആണ് ദിശ എന്ന ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. നിങ്ങൾ ഓർത്ത് വെക്കില്ലേ? ഓക്കെ, അടുത്ത് നോക്കിയേ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് വരാൻ സാധ്യതയുള്ളത് അബ്ദുൾ ജബ്ബാറിന്റെ ആണ്. ഭൂട്ടാമല്ല അബ്ദുൾ ജബ്ബാറിന്റെ ആണ്. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്ത് വെക്കണം. ഉറപ്പായിട്ട് 4 മാർക്കിന് ചോദ്യം ചോദിക്കും. നോക്കൂ, മോഹൻ രാകേഷ് കെ യാത്രാവൃത്ത് ദിശ കാ പാത്ര ഹേ അബ്ദുൾ ജബ്ബാർ, അല്ലെ, മോഹൻ രാകേഷിന്റെ യാത്രാവൃത്തമായിട്ടുള്ള ദിശയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ആര്? ഭൂട്ടാമല്ല അബ്ദുൾ ജബ്ബാർ. നമുക്കത് അറിയുന്ന കാര്യമാണ്. വ ഗരീബ്, അദ്ദേഹം ഒരു ദരിദ്രനാണ്, പരിശ്രമിയാണ്. അവ സാധാ ജീവൻ ബിത്താനെ വാല വ്യക്തി था, സാധാരണ ജീവിതം ജീവിക്കുന്ന വ്യക്തിയുമാണ്. ആധി രാത് കെ സമയ കടി സർദി മേ വ കേവൽ ഏക് തഹ്ബത് പഹൻകർ നാവ് ചലായ, അല്ലെ, അദ്ദേഹം വളരെ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് അത്രയും രാത്രി ആ ഒരു സർദി, അത്രയും കൊടും തണുപ്പത്ത് പോലും അദ്ദേഹം തോണി തുഴയുന്നത്. അല്ലെ, ഉസ് ശാന്ത വാതാവरण में लेखक का मित्र गाना सुनना चाहे तो उसने नाव चलाते हुए एक के बाद एक करके अच्छे ഗസലേ ഗായി. അപ്പൊ ഈ സമയത്ത് മോഹൻ രാകേഷിന്റെ ഒരു ഫ്രണ്ട് കൂടെയില്ലേ കൂടെ? എന്തായിരുന്നു പേര്? അവിനാശ് എന്നായിരുന്നു, അല്ലെ. അപ്പൊ അവിനാശിന് ഇങ്ങനെ പാട്ട് കേൾക്കണം, ഗസല് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു മടിയും കൂടാതെ ഭൂട്ടാമല്ല അബ്ദുൾ ജബ്ബാർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഗസലുകൾ പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒന്നിനു പുറകെ ഓരോന്നായി ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബഡാ വിനയശീലത, അദ്ദേഹം വളരെയധികം വലിയൊരു വിനയശീലനായിരുന്നു. ഉസ്കാ സ്വർ കാഫി അച്ഛാ ഥാ और सुनाने का अंदाज भी शायराना था, അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ നല്ലതായിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് ഒരു കവി പാടുന്ന പോലെ, ഒരു പാട്ടുകാരൻ പാടുന്ന പോലെ തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണ്. ഉസ്കി ധാടി और छाती के सारे बाल सफेद हो चुके थे, അദ്ദേഹത്തിന്റെ താടിയിലെയും അതുപോലെ തന്നെ നെഞ്ചിലെയും രോമങ്ങളെല്ലാം എങ്ങനെയായിട്ടുണ്ട്? ആ വെളുത്ത നിറത്തിലുള്ളതായിട്ട് മാറിയിട്ടുണ്ട്. ബൂഠാ ഹോനെ പർ ഭി പത്വാർ ചലാത്തെ സമയ ഉസ്കി മാംസപേശിയാ ഇസ് തരഹ ഹിൽത്തി ഥി ജൈസെ ഉൻമേ ഫൈലാദ് ബരാ ഹോ, അതായത് അദ്ദേഹത്തിന്റെ ദൃഢശരീരമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ചു വെക്കുക. കാരണം ഭൂട്ടാമല്ല അബ്ദുൾ ജബ്ബാറിന്റെ ക്യാരക്ടർ സ്കെച്ച് 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. 4 മാർക്കിനാണ് ഉറപ്പായിട്ടും ചോദിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതണം? ദൃഢശരീരവാല, ഗസൽ ഗായക്, വിനയശീല്, ഗരീബ്, പരിശ്രമി, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കുക. പിന്നെ എന്ത് എഴുതണം? ഉസ്കി ധാടി और छाती, അല്ലെ, സഫേദ് ഹോ ചുക്കേ ഥേ എന്ന് പറയാം. ചാത്തിക്കെ ബാലാണ്. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് വേറൊരു ചോദ്യം എന്താണ്? ലെറ്റർ ആണ്. അതായത് ഭോപ്പാൽ താലിൽ പോയിട്ട് നമ്മുടെ മോഹൻ രാകേഷിന്റെ ഫ്രണ്ടിന് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുകയാണ്, അല്ലെ. അപ്പൊ അത് നോക്കാം. പ്രിയമിത്ര, തും കൈസേ ഹോ? കുശൽ ഹോനാ? നീ എങ്ങനെ ഇരിക്കുന്നു? നിനക്ക് സുഖമല്ലേ? മേ യഹാ ടീക് ഹൂ, ഞാനിവിടെ സുഖമായിരിക്കുന്നു, അല്ലെ. തുമാരി കോയി ഖബർ നഹി കുച്ച് ദിനോ സേ, നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ കുറെ ദിവസമായിട്ട്. ഏക് ഖാസ് ബാത് ബതാനെ കെ ലിയേ മേ യേ പത്ര ഭേജ് രഹാ ഹൂ, ഒരു നല്ല, അല്ലെ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിശേഷപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ നിനക്ക് ഈ കത്ത് അയക്കുന്നത്. कल रात को मैंने अपने मित्र अविनाश के साथ नाव लेकर भोपाल ताल की यात्रा की, അതായത് ഇന്നലെ രാത്രി ഞങ്ങൾ എന്ത് ചെയ്തു? അവിനാശിനെയും കൂട്ടി ഭോപ്പാൽ താലിലേക്ക് യാത്ര തിരിച്ചു. തോണിയിലാണ് യാത്ര. നാവ് കാ മല്ലാഹ് ദാ അബ്ദുൾ ജബ്ബാർ, തോണിയിലെ തോണിക്കാരനാണ് ആര്? അബ്ദുൾ ജബ്ബാർ. സർദി മേ ഭി വ കേവൽ ഏക് തഹ്മത് പെഹൻകർ നാവ് ഖേ രഹാ ഥാ, അതായത് ഒരു വളരെ ലളിതമായിട്ടുള്ള വസ്ത്രം യൂസ് ചെയ്ത് മാത്രമാണ് അദ്ദേഹം തോണി തുഴഞ്ഞിരുന്നത്, അത്രയും തണുപ്പത്ത് പോലും. മിത്ര കെ അനുരോധ് പർ മല്ലാഹിനെ ഗസൽ ഗാന ശുരു കിയ, അതായത് അവിനാശിന് എന്ത് വേണം? ഗസൽ കേൾക്കണമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗസൽ പാടിക്കൊടുക്കാൻ വേണ്ടി ആര് തുടങ്ങി? നമ്മുടെ ഭൂട്ടാമല്ല അബ്ദുൾ ജബ്ബാർ തുടങ്ങി.
കിത്നാ മീഠാ ഥാ ഉൻകാ സ്വർ. കണ്ടോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെറ്ററിന്റെ ഫോർമാറ്റ് ഉപയോഗിച്ചു. പിന്നെ ഇന്നലെ രാത്രി എന്തിനു പോയി? ആ തോണിയിൽ ഞങ്ങൾ ഭോപ്പാൽ താലിൽ പോയി. ബാക്കി മൊത്തം എന്താണ്? നമ്മുടെ ബൂഡാമല്ല അബ്ദുൾ ജബ്ബാറിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? നോക്കൂ, ആ ജവാബ് പത്രികി പ്രതീക്ഷ മേ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ച് തന്റെ തുമാരാ മിത്ര അല്ലെങ്കിൽ തുമാരി മിത്ര എന്ന് പേരും ഹസ്താക്ഷരം എഴുതി കൊടുക്കുക. സേവ് ആമേം എന്ന് പറഞ്ഞ ബോക്സിലെ ലെഫ്റ്റ് സൈഡ് എഴുതിയിട്ട് അത് ആർക്കാണോ അയക്കേണ്ടത് അവരുടെ പേര് ഇവിടെ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും വരിക. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചോളാ. നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത്? ബസന്ത് മേരെ ഗാവ് കാ എന്നുള്ളത് അല്ലെ. ഇതിലെ ഫുൾ ഡേ ത്യോഹാറും അതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വൺ വേർഡ് ആയിട്ട് ചോദിക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ബസന്ത് മേരെ ഗാവ് കാ എന്നുള്ളത് ലേഖാണ്. മുകേഷ് നൗട്ടിയാൽ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അത് ആദ്യം ശ്രദ്ധിക്കുക. ഇതൊരു കഥയല്ല, ഇതൊരു കവിതയല്ല. എന്താണ്? ആ ബസന്ത് മേരെ ഗാവ് കാ എന്നുള്ളത് ഒരു മുകേഷ് നൗട്ടിയാൽ എഴുതിയിട്ടുള്ള ലേഖാണ്. അപ്പൊ ലേഖക് ആരാണ്? മുകേഷ് നൗട്ടിയാൽ. ബച്ചെ കുട്ടികള്, ബഡേ ലോഗ് അല്ലെ വലിയ ആളുകള്, ഫുൾ ഡേ ത്യോഹാർ, ചൈത്തി ഗീത്, പശു ചാരക്, ഇതൊക്കെയാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളും. അതുപോലെ ഇവരെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു ലേഖ എവിടെയാണ് നടക്കുന്നത് ഒന്ന് പറഞ്ഞേ. ഉത്തരാഖണ്ഡിലാണ്, അത് മറക്കരുത്. ഓക്കെ, നോക്കൂ. ഫൂൽ ദേയി കിസ് ഋതു മേ മനായാ ജാതാ ഹെ. ഫൂൽ ദേയി ഏത് ഋതുവിലാണ് ആഘോഷിക്കുന്നത്? വസന്ത ഋതു മേ. ഉത്തരാഖണ്ഡ് മേ ബച്ചോं का प्रिय त्योहार कौन सा है? ഉത്തരാഖണ്ഡിലെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ത്യോഹാർ എന്താണ്? നോക്കിയേ, ഫൂൽ ദേയി ത്യോഹാർ. കോൺ ചൈത്തി ഗീത് ഗാത്താ ഹെ? ആരൊക്കെയാണ് ഇവിടെ ചൈത്തി ഗീത് പാടുന്നത്? ഔജികളാണല്ലേ. നോക്കൂ, ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്ത്? ഫൂൾ ദേയി ത്യോഹാർ എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം പഠിക്കാതെ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കുകയാണ്? സമാചാർ പത്ര രപ്പട്ട് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ സമാചാർ പത്ര രപ്പട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ. അതെന്തൊക്കെയാണ്? അതെ, ആദ്യം നമ്മള് ദിനും താരീഖും എഴുതണം അല്ലേ. ഓക്കെ, ദിനും താരീഖും എഴുതി സമാചാർ പത്രം എപ്പോഴും കാച്ചിങ് ആയ ഒരു ഹെഡിങ് വേണം. അപ്പൊ ധൂംധാം സേ ഫൂൽ ഡേ എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തു. ഓക്കെ, ഇതെവിടെ നടക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ്. സ്ഥലവും കൊടുത്തു. നോക്കൂ, ഉത്തരാഖണ്ഡ് കെ ഹിമാലയി അഞ്ചൽ മേ 21 ദിനോം സേ ഫൂൽ ഡേ കാ ത്യോഹാർ മനാ രഹേ ഹേ. അല്ലെ, 21 ദിവസം കാത്ത് വെച്ചിട്ടാണ് ഈ ഫൂൽ ഡേ ത്യോഹാർ നടക്കുന്നത്. ये त्योहार पूर्ण रूप से बच्चों का द्वारा मनाया जाता है. അല്ലെ, അതായത് കുട്ടികളാണ് ഈ ഒരു ഫൂൽ ഡേ ത്യോഹാർ ആഘോഷിക്കുന്നത്. ബഡോं की भूमिका सिर्फ सलाह देना मात्र रहा. വലിയ ആളുകള് കേവലം എന്താ ഉപദേശങ്ങൾ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിछली शाम चुने गए फूल घरों की दहरियों पर सजाए गए. ഇന്നലെ ശേഖരിച്ചു വെച്ച പൂക്കളൊക്കെ കൊണ്ട് വീടിന്റെ മുറ്റം അങ്കണം മൊത്തം എന്ത് ചെയ്യും? അലങ്കരിക്കുന്നു. जिनके घरों में फूल सजाए गए उन्होंने बच्चों को चावल गुड़ दाल आदि दिए हैं. ആരുടെ വീട്ടിലാണോ ഈ ഒരു ഫുൾ ഡേ ത്യോഹാർ ആഘോഷിക്കുന്നത് അവരെന്ത് ചെയ്യും? വരുന്ന ആളുകൾക്ക്, മറ്റു കുട്ടികൾക്കൊക്കെ എന്ത് കൊടുക്കും? ഗുഡ് കൊടുക്കും, ദാല് കൊടുക്കും അല്ലെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ചാവലൊക്കെ കൊടുക്കും. दक्षिणा में मिली यह सामग्री पूरे 21 दिन तक इकट्ठी की गई है. ദക്ഷിണയായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു സാമഗ്രി 21 ദിവസം സൂക്ഷിച്ചു വെക്കുകയും ഫൂൽ ദേയി കി വിദായി കെ സാത്ത് യ ഉത്സവ് കൽ സമാപ്ത് ഹുവ അല്ലെ. അതായത് ഫൂൽ ദേയി ത്യോഹാർ കഴിഞ്ഞിട്ട് അവസാന ദിവസമാണ് ഈ ഒരു ഉത്സവം അവസാനിക്കുന്നത്. അന്തിം ദിൻ, അവസാനത്തെ ദിവസം 21ാമത്തെ ദിവസം കൽ ഇക്കട്ടി കി ഗയി സാമഗ്രി സേ സാമൂഹിക് ഭോജൻ ബനായ ഗയാ ഹെ. അതായത് 21ാമത്തെ ദിവസം എന്ത് ചെയ്യും? സാമൂഹിക ഭോജൻ ഉണ്ടാക്കുകയും ചെയ്യും. त्योहार के बीच गांव वाले के लोकगीत अन्य कार्यक्रम भी इसके साथ चलाया. കൂടെയുള്ള ആളുകളെയൊക്കെ പാട്ടുകളും നാടൻ പാട്ടുകളും മറ്റു കലാപരിപാടികളും ഒക്കെ ഇവിടെ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്? അതെ, ഈ ഫോർമാറ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ആണെങ്കിലും ഇവിടെ ഇതു മുതൽ ഇതുവരെ പറഞ്ഞത് ഫൂൾ ഡേ ത്യോഹാറിന്റെ
വിശേഷതയാണ്. അപ്പൊ ഫൂൾ ഡേ ത്യോഹാറിന്റെ ടിപ്പണി പഠിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുന്നു മനസ്സിലായില്ലേ? സമാചാർ പത്ര റിപ്പോർട്ട് എഴുതാൻ പറ്റും. ഇനി ഒരു കുട്ടി ഡയറി എഴുതുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ അത് മാറ്റി എഴുതണം? അതെ, ഇതൊന്നും വേണ്ട. ഡയറി എഴുതുകയാണെങ്കിൽ ഇവിടെ ഇതൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക? ദിനും താരീഖും വേണം അല്ലെ? ദിനും താരീഖും വേണം. എന്നിട്ട് ആജ് കാ ദിൻ മേ കൈസെ ഭൂലു എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സംഭവം വേണ്ട, സ്ഥലമൊന്നും വേണ്ട. അവിടെ ആജ് കാ ദിൻ മേ കൈസെ ഭൂലു, കാരണം ഇന്ന് ഞങ്ങളുടെ നാട്ടില് ഫൂൾ ഡേ ത്യോഹാർ ആയിരുന്നു. ബാക്കി ഇത് തന്നെ ഇതുവരെ എഴുതി കൊടുത്ത ഡയറി കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ലെറ്റർ ആണെങ്കിലോ? ലെറ്റർ ആണെങ്കിൽ ലെറ്ററിന്റെ ഫോർമാറ്റിൽ ഈ കണ്ടന്റ്. അപ്പോൾ ഫൂൾ ഡേ ത്യോഹാറിന്റെ ഒരു ടിപ്പണി പഠിക്കുകയാണെങ്കിൽ ഈ ടിപ്പണിയുമായി ബന്ധപ്പെട്ട് വരുന്ന കത്തെഴുതാം, അതുപോലെ ഡയറി എഴുതാം, പിന്നെ എന്തൊക്കെ എഴുതാം? സമാചാർ റിപ്പോർട്ട് എഴുതാം, ഫൂൾ ഡേ ത്യോഹാറിന്റെ വിശേഷതയും എഴുതാം. അപ്പൊ സിമ്പിൾ അല്ലേ ഈ ഒരു ചാപ്റ്റർ? അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.